Hey guys, welcome back to my YouTube channel Dev's Dreamer. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ്. ഞാൻ മുമ്പ് ബ്ലൂ ഹെവൻ്റെ ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് കിറ്റ്, ഫെസ്റ്റീവ് അല്ല ബ്രൈഡൽ, ഞാൻ മുമ്പ് ബ്ലൂ ഹെവൻ്റെ ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനതൊരു 430 സംതിങ് അതിനകത്ത് ആ ഒരു റേഞ്ചിലായിരുന്നു ഞാൻ അന്ന് ആ ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഒരു ഇതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരു കുട്ടി എന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ സാധനങ്ങൾ വെച്ച് ഒന്ന് റെഡി ആകുന്ന വീഡിയോ ഇടാമോന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ഈ ഒരു സ്പേസിൻ്റെയും ലൈറ്റിങ്ങിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വേണ്ടിയാണ്, ബട്ട് സ്പെഷ്യലി എൻ്റെ അടുത്ത് ആ ഒരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചാൽ ആ ഒരു കുട്ടിക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ബ്ലൂ ഹെവൻ്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റിനകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റ്. ഇതിനകത്ത് മൊത്തം 11 പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഞാൻ എൻ്റെ അന്ന് ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്ന ഷോർട്സിൽ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മുടെ പ്രോഡക്റ്റ് നെയിമുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമർ, ഫൗണ്ടേഷൻ, കോമ്പാക്ട് പൗഡർ, ഐബ്രോ ഡിഫൈനർ, ഐലൈനർ, കാജൽ, മസ്കാര, ഐഷാഡോ, ലിപ്സ്റ്റിക്ക്, നമ്മുടെ ഒരു സിന്ദൂർ, പിന്നെ ബ്ലഷ്, ഇങ്ങനെ ഒരു 11 സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ഈ ഒരു പാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1350 രൂപയാണ്. പക്ഷെ അത്രയല്ല, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നല്ല അഫോർഡബിൾ റേറ്റ് നമുക്ക് ഈ ഒരു സാധനം കിട്ടും. ബ്ലൂ ഹെവൻ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോഡക്ട്സ് കൊണ്ട് ഞാൻ ഒരുപാട് വട്ടം, ഒരു 3-4 വട്ടം ഒക്കെ എന്തെങ്കിലും മെയിൻ ഫംഗ്ഷൻ, കല്യാണം, റിസപ്ഷൻ, അതൊക്കെ അല്ലാണ്ട് വെറുതെ വലിയ പോകുമ്പോഴത്തേക്ക് ഈ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് പോകുന്നല്ല. അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പം ഈ പ്രോഡക്ട്സ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു സാധനങ്ങളാണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ ആയാലും എനിക്ക് എൻ്റെ സ്കിൻ ടോണിന് അത് മാച്ച് ആവുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഡാർക്കായിട്ട് തോന്നിക്കോ അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് എടുത്ത് കാണിക്കുന്ന രീതിക്കോ അല്ല, എൻ്റെ സ്കിൻ ടോണായിട്ട് മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ വലിച്ചു നീട്ടി ഒരുപാട് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഇതിനകത്ത് ആദ്യം എടുക്കാൻ പോകുന്നത് ഈ ഒരു പ്രൈമറാണ് കേട്ടോ. ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ ആണോ ആ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഞാൻ നിവ്യയുടെ മോയ്സ്ചറൈസറാണ്, എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ നിവ്യയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫേസിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പ്രൈമർ എടുക്കുക. നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ അതിന് ഓരോ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി പ്രൈമർ ഇടണം. ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് സാധനം ഇങ്ങനെയായിരിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാമോ? ഇല്ല, ഇത് നേരിട്ട് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. കണ്ണാടി നോക്കട്ടെ. ഞാൻ പ്രൈമർ ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഈ ഒരു പ്രൈമർ ഇടുമ്പോൾ ക്യാമറയിൽ കൂടെ തോന്നുന്നില്ല. എനിക്ക് തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നുന്നില്ല. ബട്ട് അത് നമുക്ക് നേരിട്ടിടുമ്പോൾ ഫീൽ ആകും ഗൈസ്. ഇനിയാണ് അടുത്ത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ. ഇതൊരു ജെൽ ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. 12 ml ബോട്ടിലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ബ്രഷസ് ഒന്നും എടുത്തില്ല, സ്പഞ്ചും എടുത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ നമ്മളെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും? നമ്മളെ കൈ കൊണ്ട് ഡാപ്പ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഫേസിൽ. നമുക്ക് കൈകൾ വെച്ച് ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൗണ്ടേഷൻ നന്നായിട്ട് നമ്മുടെ ഫേസിലും നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഗൈസ്. അവസാനം ഫേസ് വെളുത്തിട്ട് നെക്ക് ഡാർക്ക് കളറുമായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസിൽ നെക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ അതിൻ്റെ ഡാർക്ക് സർക്കിൾസ് കുറച്ച് ഭയങ്കരമായിട്ടല്ല, എന്നാലും കുറച്ച് മാറി ആ ഒരു ഇതായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ എങ്ങനെയാ ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. ഭയങ്കര ബെസ്റ്റ് എന്നല്ല, ഓക്കെ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫൗണ്ടേഷൻ ഇട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഐബ്രോ ആണ്. ഇതാണ് നമ്മുടെ ഐബ്രോ. ഞാൻ ഇത് തുറന്ന് നോക്കിയ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ മോനെ ഒലിച്ചു. ഇതിങ്ങനെ തുറന്ന് വരുന്നില്ല. ബ്രൗൺ കളറാണ് കേട്ടോ, നമ്മുടെ ബ്രൗൺ കളറാണ് വരുന്നത്. പക്ക ബ്ലാക്ക് അല്ല ഈ ഒരു ഐബ്രോ. ഇത് കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചതാ. മോനെ ഒടിഞ്ഞു പോയി. ആ ഷോർട്സ് കണ്ടവർക്ക് അറിയാം.
അപ്പോൾ നമ്മൾ ഈ ഒരു ഐബ്രോ ഡിഫൈനർ വെച്ച് നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഒന്നും ചെയ്തില്ല, കളർ ഇല്ലാതെ എൻ്റെ ഐബ്രോക്ക് കുറച്ച് കളർ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കണ്ണിന് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഐ ഷാഡോ പാക്കറ്റ് എന്ന് പറയുന്ന ഐ ഷാഡോയുടെ. ഓക്കെ, ദേ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് വരുന്നത്. ഓക്കെ, ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്താണ് ഐ ഷാഡോ ഇട്ടിടുക. അതായത് ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഈ ഒരെണ്ണം, ഇതുകൂടി ഈ റെഡ് പോലത്തെ ഈ 2 ഷെയ്ഡ് കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഇടുക. അതായത് ആദ്യം ഒരെണ്ണം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇത് കൂടെ ഒന്ന് ഇട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐ ഷാഡോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഐ ഷാഡോ ഇടാം. അപ്പം ഈ ഒരു കളർ ഞാൻ വലിയതായിട്ടൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ കാജൽ. അപ്പോൾ നമുക്ക് കാജൽ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മളിനി കാജൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ ഐലൈനർ. എനിക്ക് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളാണുള്ളത്, ഐലൈനറും മസ്കാരയും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഐലൈനർ വരുന്നത്. അടിപൊളി ഐലൈനറാണ്. നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് കിറ്റ് മേടിക്കാൻ വലിയ ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ഐലൈനർ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ, ഈ ഒരു ഐലൈനർ നിങ്ങൾക്ക് വാങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഐലൈനർ ഇടാം. അങ്ങനെ ദേ ഞാൻ നമ്മുടെ കണ്ണിലെ ചിത്രപ്പണി ചെയ്തിരിക്കുകയാണ്. അപ്പം ദേ ഇതാണ് നമ്മുടെ മസ്കാര വന്നിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ദേ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നമ്മുടെ ബ്ലഷ് ഇട്ട് കൊടുക്കാം. കാരണം നിങ്ങൾ ബ്രഷ് ഇട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, പക്ഷെ ഞാൻ എൻ്റെ ബ്രഷ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൈകൾ വെക്കും, നമ്മൾ കൈ വെച്ച് ഇടും ബ്ലഷ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ അങ്ങനെ നമ്മുടെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ക്യാമറയിൽ ഞാൻ ബ്ലഷ് ഇട്ടെന്നേ തോന്നുന്നില്ല എന്ന് തോന്നുന്നു, ബട്ട് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. ഇനി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. നമ്മുടെ ചുണ്ടിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കോമ്പാക്ട് പൗഡർ. ഇതിനകത്ത് SPF കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വിത്ത് SPF ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഈ ഒരു സാധനം വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കോമ്പാക്ട് പൗഡർ കൂടി അപ്ലൈ ചെയ്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ ബ്ലൂ ഹെവൻ ബ്രൈഡൽ മേക്കപ്പ് കിറ്റിനകത്തുള്ള നമ്മുടെ ലിക്വിഡ് സിന്ദൂർ ഒഴിച്ച് ബാക്കി 10 സാധനങ്ങളും വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു മേക്കപ്പ് ലുക്കാണിത്. ബട്ട് എനിക്ക് ഈ മേക്കപ്പ് ലുക്കിനകത്ത് എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മിസ്സിങ് എന്താണെന്നാണ് എൻ്റെ പൊട്ടാണ്. ഇത് നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റിനകത്തില്ല, നമ്മൾ സെപ്പറേറ്റ് വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു കല്ല് പൊട്ട് വെച്ച് അതിൻ്റെ താഴെ ജസ്റ്റ് ഐലൈനർ ഇട്ടൊരു കൊത്തുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഥവാ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.